എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അനുമോളും അനുമോളുടെ PR-ഉം ഒരു കാലത്തും അവസാനിക്കാത്തൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. RJ ബിൻസി, ഷാരിക തുടങ്ങിയ ആൾക്കാർ ഇപ്പോൾ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴെല്ലാം സംസാരിക്കുന്നത് അനുമോളുടെ കപ്പും അനുമോളുടെ PR വിനുവിനെ കുറിച്ചുമാണ്. നമ്മൾ എത്രമാത്രം ഇത് ഒഴിവാക്കാൻ നോക്കിയാലും നമ്മുടെ ടൈം ലൈനിൽ യൂട്യൂബിനകത്ത് ഇതിങ്ങനെ കയറി വരും. അപ്പോൾ കാണുമ്പോൾ സംസാരിക്കണം തോന്നുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇതെടുത്ത് വെച്ച് സംസാരിക്കുന്നത്. ബിൻസിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ എവിക്റ്റായി, ഞാൻ ഔട്ടായി, ഞാൻ തോറ്റുപോയി എന്നങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജയിച്ച ആളോട് ഇതുപോലെ അസൂയ പിടിച്ച ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഏത് ഇൻ്റർവ്യൂവിന് പോയാലും പറയുന്ന ഒരേ ഒരു കാര്യം, അനുമോൾ PR കൊണ്ടാണ് ജയിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ ചോദ്യം ബിൻസിയോടാണ്. PR കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ കപ്പ് അടിക്കുന്നതെങ്കിൽ അവിടെ ഫൈനൽ 5 വന്നതിൽ ആർക്കാണ് PR ഇല്ലാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് മുന്നേ എവിക്റ്റായി പോയ അപ്പാനിക്കുൾപ്പെടെ PR ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തെളിവ് സഹിതം വെച്ചതാണ്. അപ്പോൾ PR കൊണ്ട് മാത്രം ഒരാളും കപ്പടിക്കില്ല എന്ന് ബിൻസി ഇനിയെങ്കിലും മനസ്സിലാക്കുക. ബിൻസിക്കാണ് ഇപ്പോൾ പ്രശ്നം. PR വെച്ച് കപ്പടിച്ചു. ഈ പ്രശ്നം ഇപ്പോൾ ബിൻസിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഷാരികയ്ക്കും ഉണ്ട്, ഒരു സൈഡിൽ കൂടെ അതും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം അത് തന്നെയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്ത് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തും. ഒരു ഇന്റർവ്യൂവിൽ വന്നൊരു ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കാം. അത് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഇനിയിപ്പോ അതൊരു റുട്ടീൻ പോലെ ആയല്ലോ. കാരണം PR എന്നുള്ളത് ഇത്തവണ വിനുവാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. വിനു ഒരു സമയം തന്നെ എത്ര പേരുടെ PR ചെയ്തത് വിനുവിന് പോലും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം ഇനിയിപ്പൊ PR ഇല്ലാണ്ടൊന്നും ബിഗ് ബോസ് എനിക്ക് തോന്നുന്നില്ലടാ നിൽക്കാൻ പറ്റുമെന്ന്. പിന്നെ ഈ വോട്ട് മറിക്കാന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പം പുറത്തിറങ്ങിയപ്പോൾ അതെ ഉള്ള നമുക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. എങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ബിൻസിക്ക് പകരം എവിക്റ്റ് ആകേണ്ടത് മറ്റൊരു കുട്ടിയായിരുന്നു. ഈ മറ്റൊരു കുട്ടിക്ക് പേരില്ലേ ബിൻസി? അതോ അത് ബിൻസിയുടെ കൂട്ടുകാരി ആയതുകൊണ്ടാണോ ബിൻസി ആ പേരെടുത്ത് പറയാത്തത്? നാഴികയ്ക്ക് 100 വട്ടം മറ്റെല്ലാവരുടെയും പേര് പറയുന്ന ബിൻസി എന്താ ഈ മറ്റൊരു കുട്ടി ആർക്ക് വേണ്ടിയാണ് വിനു ആ സമയത്ത് PR ചെയ്തിരുന്നതെന്ന് വിനു തന്നെ പറഞ്ഞു. അപ്പോൾ ആ മറ്റൊരു കുട്ടി ആരാണ് എന്ന് ബിൻസിക്ക് അറിയാം. എന്താ പേര് പറയാത്തത്? ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോകുന്ന പേടിച്ചിട്ടാണോ? ശരി, ബാക്കിയേക്കാം. പൈസ കൊടുത്താണ് ആ കുട്ടി അവിടെ നിന്നെന്നൊക്കെ പറയുമ്പോൾ ദൈവമേ ഞാൻ തകർന്ന് രണ്ടാമത്തെ ആഴ്ച പുറത്തും ഭയങ്കര വിഷമായിരുന്നടാ. ഞാൻ എപ്പോഴും എല്ലാവർക്കും പറയുന്നൊരു കാര്യമുണ്ട്, പൈസക്ക് പൈസ തന്നെ വേണം. അതില്ലാത്തവർക്ക് ഒരിക്കലും ഒരു വില കാണും. ഓക്കെ, അപ്പോൾ ഇത് ബിൻസിയുടെ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗമാണ്. വേറെയും കുറേ ഇന്റർവ്യൂ ബിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിലെല്ലാം പറയുന്നത് അനുമോൾ കപ്പടിച്ചത് PR കൊണ്ടാണ്, വേറെ ഒരു കാര്യം അനുമോൾ ചെയ്തിട്ടില്ലാത്തത് പോലെയാണ് ബിൻസി പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ട് ബിൻസിക്ക് അങ്ങോട്ട് സമ്മതിക്കാനും വയ്യ. ബിൻസി പറയുന്നത് അനുമോൾ ചെയ്തു, പക്ഷേ PR കൊണ്ടാണ് ജയിച്ചത്. വീണ്ടും ഞാൻ ചോദിക്കുന്ന ബിൻസിയോടാണ് ചോദ്യം. ബിൻസി ഈ വീഡിയോ കാണുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾ അവിടെ 2 ആഴ്ച ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ കോണ്ടന്റ് ക്രിയേറ്റർ ആരായിരുന്നു? 2 വ്യക്തികൾ. ഞങ്ങളെല്ലാവരും എപ്പിസോഡും ലൈവൊക്കെ കണ്ട ആൾക്കാരാണ്. നിങ്ങൾ ഇറങ്ങിയ ആൾക്കാരൊന്നും എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. എപ്പിസോഡ് കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിൻസിക്ക് ഇത്രമാത്രം തെറ്റിദ്ധാരണകൾ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എൻ്റെ മിക്കവാറുള്ള വീഡിയോകളിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എപ്പിസോഡ് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് അനുമോൾ കാരണമാണ് എനിക്കിവിടെ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നത്. ശരിക്കും മനസാക്ഷി തൊട്ട് പറയാൻ പറ്റുമോ അനുമോൾ കാരണമാണ് നിങ്ങൾക്ക് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നതെന്ന്? ഉദാഹരണം പറയുവാണെങ്കിൽ ജിസൈൽ, ആര്യൻ, ഷാരിക, സരിക, അപ്പാനി, രന ഫാത്തിമ, ഈ 6 പേര് ചുറ്റും കൂടിയിരുന്നിട്ട് അപ്പാനീനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഒരു എപ്പിസോഡിലോ ലൈവിലോ കണ്ടൊരു കാഴ്ചയാണത്. കളിയാക്കിയത് ആരുടെ പേര് പറഞ്ഞിട്ടാണെന്നറിയോ? ബിൻസി കൊച്ചിൻ്റെ പേരും പറഞ്ഞിട്ടാണ്. എടി ബിൻസിയെ എന്ന് അപ്പാനി വിളിച്ചതിനെ ചൊല്ലി കളിയാക്കിക്കൊണ്ടാണ് അവിടെ ഈ 6 പേര് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു കോംബോ കേൾക്കുന്നത് അവിടെയാണ്. അപ്പോൾ അത്രയും പേരുടെ മനസ്സിലും ഈ സാധനം ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലൊരു കോംബോ ഉണ്ടാകുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബിൻസി അവിടെ ഇല്ല. ബിൻസി അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. ബിൻസി ഇങ്ങോട്ട് വിളിക്കുകയാണ്. ആര്? സരിക വിളിക്കുകയാണ്. സരിക വിളിച്ചിട്ട് ബിൻസി അടുത്ത് വന്നിട്ട് എന്താ എന്നൊക്കെ പറഞ്ഞ്, അപ്പം സരിക ബിൻസിയോട് പറയുന്നുണ്ട് ഇനി എനിക്ക് അത് പൊളിക്കാം, ഇനി ധൈര്യമായിട്ട് പൊളിക്കാം. ഇത്രയും നാൾ ഞാൻ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പൊളിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സരിക സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഹൗസിൽ പറയുന്നത് ആരാണ്? ഇത്രയും ആൾക്കാരാണ്. അപ്പാനിക്ക് അറിയാം അപ്പാനിയുടെ മനസ്സിലൊന്നും ഇല്ല, അല്ലെങ്കിൽ അപ്പാനി പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ അപ്പാനി പറയുമായിരുന്നു അവിടെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കണ്ട എന്ന് മറ്റുള്ളവരെ തിരുത്തുമായിരുന്നു. അപ്പാനി അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക ചെയ്തത്. ഇത് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് ആ ഒരു സീൻ കണ്ടിട്ടുണ്ടാവും? ഓൾറെഡി ഈ ഒരു സാധനം പുറത്തേക്ക് പോയിട്ടുണ്ട്, പുറത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. യൂട്യൂബേഴ്സ് എല്ലാം അത് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്.
അതിനുശേഷമാണ് ഷൈത്തയും ഷാനവാസും ആദില, നൂറ, അനുമോൾ ഈ 5 പേർ നിന്നിട്ട് ഷൈത്ത ഈ കാര്യം ഷാനവാസിനോട് പറയുന്നത്. അതെ, ഇവിടെ ഉടനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു ലവ് കോംബോ വളരുന്നുണ്ട്. ഷാനവാസ് ചോദിച്ചു, ആരാ? അത് ബിൻസിയും അപ്പാനിയും തമ്മിൽ. ഇതാരാ പറയുന്നത്? ഷൈത്തയാണ് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ബിൻസി എപ്പിസോഡ് കാണണം. ബിൻസി ഇപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറയുന്നത് എപ്പിസോഡ് കണ്ടാൽ എനിക്ക് സങ്കടം വരും. ശരിക്കും സങ്കടമല്ല ബിൻസി വരുന്നത്, നിങ്ങളുടെ മനസ്സിലുണ്ടായ തെറ്റിദ്ധാരണകൾ, നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഹൗസിനകത്ത് പ്രചരിപ്പിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഒരൊറ്റ വ്യക്തിയുടെ പേരെ പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും കോമൺ എനിമി എന്ന് പറയുന്നത് അനുമോളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അനുമോളെക്കുറിച്ച് മാത്രമാണ് ഹൗസിനകത്തും പറഞ്ഞിട്ടുള്ളത്. ഹൗസിന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ കാണുന്ന ഇൻ്റർവ്യൂവിലെല്ലാം പോയി പറയുന്നതും അനുമോളെക്കുറിച്ചാണ്. എന്നാൽ അനുമോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ആ കുട്ടി കിട്ടുന്ന ഇനാഗുറേഷൻസും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഓടി നടക്കുന്നു. നിങ്ങൾ അവളെ കുറ്റം പറഞ്ഞ് നടക്കുന്നു. ഇതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അനുമോൾ എവിടെയും നിങ്ങളെ ആരെയും കുറ്റം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഷൈത്തനായിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിൻസി ആയിക്കോട്ടെ, ശാരികനായിക്കോട്ടെ, ആരെയും. അനുമോൾ ഏത് മീഡിയക്കാർ അനുമോൾ പോകുന്നിടത്തെല്ലാം മീഡിയ പോകുന്നുണ്ട്, പക്ഷേ എവിടെയും അനുമോൾ ആരെയും കുറ്റം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ശരിക്കും നിങ്ങൾക്ക് 2-3 പേർക്കാണ് പ്രശ്നം നിൽക്കുന്നത്. ഹൗസിൽ നിന്ന് ഇറങ്ങിയ മറ്റു കണ്ടസ്റ്റൻസ്, ജിഷൻ ആയിക്കോട്ടെ, അഭിലാഷ് ആയിക്കോട്ടെ, ഒനിൽ ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് നിങ്ങൾ. എന്തിനു വേണ്ടി, എന്തിൻ്റെ പേരിൽ? നിങ്ങൾ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് അനുമോൾ കാരണമാണ് നിങ്ങൾ ഇത്രയും അറ്റാക്ക് നേരിടേണ്ടി വന്നത്. നിങ്ങൾ ഇത്രയധികം അറ്റാക്ക് നേരിടേണ്ടി വന്നത് നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടാണ്. ഷൈത്ത ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴും പറയുന്നു, അനുമോൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. അനുമോൾ കംപ്ലീറ്റ്ലി ഹൗസിനകത്ത് പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. അനുമോളുടെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അപ്പാനിയുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് ഉണ്ടായ സമയത്ത് നിങ്ങൾ കാരണം ഇവിടെ നിന്നൊരു പെങ്കൊച്ച് എവിക്റ്റായി പോയില്ലേ, നിങ്ങളൊരാൾ കാരണമാണ് എവിക്റ്റായി പോയത് എന്നൊരു വാക്ക് അവിടെ പറഞ്ഞു. അതിൻ്റെ പേരിലല്ല ബിൻസിക്ക് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നത്. അതിന് മുന്നേ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് ബിൻസി അപ്പാനി കോംബോ കിടന്ന് കറങ്ങുന്നുണ്ട്. ബിൻസി അറിയുന്നത് പുറത്ത് വന്നതിന് ശേഷം മാത്രം, ബിൻസി അറിയുന്നത് ഈ ഒരു വിഷയം വെച്ചിട്ട് മാത്രം. പക്ഷേ അതിന് മുന്നേ തന്നെ ബിൻസിയുടെ പേരിൽ ഇങ്ങനെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന ശൈത്യം നിൽക്കവേ ബിൻസി പുറത്തു പോയ കാര്യം, അത് ബിൻസിക്ക് അറിയാം അത് ആരെയാണെന്ന്. പക്ഷേ നിങ്ങളുടെ കോമൺ എനിമി അനുമോൾ ആയതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കത്തില്ല. നിങ്ങൾ ആ പേര് പോലും പറയത്തില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ശൈത്യ എൻ്റെ ഫ്രണ്ടാന്ന് പറയാൻ നിങ്ങൾക്ക് പ്രശ്നമില്ല. ശൈത്യയുടെ സങ്കടങ്ങൾക്ക് നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്. അപ്പോൾ കാരണം എന്താണ്? നിങ്ങളുടെ എനിമി എന്ന് പറയുന്നത് ശൈത്യ അല്ല, അനുമോൾ ആയതുകൊണ്ട്. ശരിക്കും നിങ്ങളോട് തെറ്റ് ചെയ്തത് ആരാണ്? ശൈത്യയാണ്. ശൈത്യയ്ക്ക് വേണ്ടി ശൈത്യയുടെ PR ചെയ്ത വിനുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു വിരോധാഭാസമാണ്. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കണം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഈ കാണുന്ന ഇൻ്റർവ്യൂവിലെല്ലാം പോയിട്ട് ആ ഒരാൾ എങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയാണോ? പിന്നെ മസ്താനിയുടെ കാര്യം പറയുമ്പോൾ, മസ്താനി നിങ്ങളുടെ ചാച്ചൻ്റെ ഹോട്ടലല്ലേ നീ കയറി പോയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അത് നോർമലി സംസാരിച്ച് തീർക്കാമായിരുന്നു. നിങ്ങൾക്ക് ഒരു രീതിയിൽ പോലും സൈബർ ബുള്ളിങ്ങോ അല്ലെങ്കിൽ മോശമായിട്ടൊരു ഇമേജോ പുറത്ത് ഉണ്ടാവാത്ത ലെവലിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങളവിടെ മാസ് ആവാൻ വേണ്ടി നോക്കി. മറ്റുള്ളവർ കൈയടിച്ചപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കയറി ഫയർ ആവാൻ നോക്കി. അകത്ത് ഫയറായപ്പോൾ പുറത്ത് ഫയറായിട്ട് മാറി. ഇതാണ് സംഭവിച്ചത്. മസ്താൻ അവിടെ ക്ലവറായിട്ട് കളിച്ചു. എന്താ ചെയ്തത്? ആ ഒരു വേർഡ് പറഞ്ഞപ്പോൾ മസ്താനിക്ക് മനസ്സിലായി, കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി. പിന്നെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പിന്നെ അവിടെ മുഴുവൻ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര മറ്റേ നീലാംബരി, പടയപ്പിലെ നീലാംബരി ആയി മാറി എന്ന് വിചാരിച്ചു. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? നിങ്ങൾ അവിടെ നീലാംബരി ആയപ്പോൾ നിങ്ങൾ പുറത്ത് ആരായി? വെറും അമ്പരിയായിട്ട് മാറി. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കുകളാണത്. പക്ഷെ നിങ്ങളതൊന്നും അംഗീകരിക്കത്തില്ല. നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണ്. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് ബിൻസി ഇപ്പോൾ നിൽക്കുന്നത്. ബിൻസിയുടെ ഏതൊരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കേ, ബിൻസിയേക്കാളും വലുത് വേറൊരാളില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ബിൻസി ഇരിക്കുന്നത് പോലും. കുറച്ചൊക്കെ ഒന്ന് താഴേക്ക് വരാം. സത്യം മനസ്സിലാക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സത്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എപ്പിസോഡുകൾ കാണണം. നിങ്ങൾ ഉണ്ടായിരുന്ന എപ്പിസോഡുകളും നിങ്ങൾ ഇല്ലാതിരുന്ന എപ്പിസോഡും ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഫൈനൽ എപ്പിസോഡ് വരെ നിങ്ങൾ കണ്ടു നോക്കി. ബിൻസിയുടെ ഇപ്പോഴുള്ള മനോഭാവത്തിന് ഒരു പരിധി വരെയൊക്കെ മാറ്റം ഉണ്ടാവും. ആരൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുള്ളത്? ആരൊക്കെയാണ് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുള്ളത്? ആരൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിച്ച് ആ വിഷയം ഇത്രയധികം വലുതാക്കിയത്? നിങ്ങൾ ഇന്ന് ജയ് വിളിക്കുന്നവരോടെല്ലാം നിങ്ങൾക്കൊരു ഉള്ളിലെങ്കിലും ഒരു ദേഷ്യം തോന്നും. ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ കാണുന്ന ഇൻ്റർവ്യൂവിലെല്ലാം കയറി പറയുമ്പോൾ നിങ്ങളുടെ വില നിങ്ങളായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം വില കുറഞ്ഞായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ ഇൻ്റർവ്യൂകളും കാണുന്ന ജനങ്ങൾ നിങ്ങളെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. അത് ബിൻസിക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ ബിൻസി അറിയുന്നവർക്ക് മനസ്സിലാവും. ബിൻസിയുടെ കൂടെ നടക്കുന്നവർക്ക് മനസ്സിലാവും. ബിൻസിക്ക് മനസ്സിലാവില്ല. കാരണം ബിൻസി ഇപ്പോഴും ഞാൻ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിൻസിയുടെ സംസാരത്തിനകത്ത് കംപ്ലീറ്റ്ലി ഒരുതരം അഹന്തയാണ്. അത് മാറ്റി വെച്ചിട്ടൊന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നോക്ക്, ഞാൻ എന്താണ് ചെയ്തത്. നിങ്ങൾ കാണേണ്ട എപ്പിസോഡുകൾ, നിങ്ങൾ കയറിയ എപ്പിസോഡ് മുതൽ നിങ്ങൾ ഇറങ്ങുന്ന എപ്പിസോഡ് വരെയും അപ്പാനി ഇറങ്ങുന്നത് വരെയുള്ള എപ്പിസോഡ് വരെയും, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റീ എൻട്രി, ഇത്രയും ഒന്ന് കണ്ടു നോക്കിയേ. വേറെ ഒന്നും കാണാൻ പറയുന്നില്ല. ഇത്രയും ഒന്ന് കണ്ടു നോക്കിയേ. നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവും, ഉറപ്പ്. 1% നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം മാറും. സ്വയം ഒരു തിരിച്ചറിവുണ്ടാവും, ഞാൻ എന്തായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത്. ബിൻസിയുടെ വിചാരം ബിൻസി എന്തോ വലിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തു എന്നാണ്. ഒന്നും ചെയ്തിട്ടില്ല.
ബിൻസി ആകെ ചെയ്തത് ഷാനവാസുമായിട്ടുള്ളൊരു ഫൈറ്റ്, പുറത്ത് വന്ന വിഷ്വലാണ് ഞാൻ ഈ പറയുന്നത്. ഷാനവാസുമായിട്ടുള്ളൊരു ഫൈറ്റ്, നെവിനുമായിട്ടൊരു ഫൈറ്റ്, പിന്നെ നെവിൻ ബിൻസിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു തരം ക്യൂട്ട്നെസ് വാരി എറിയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ബിൻസി അവിടെ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ബിൻസി ചെയ്തിട്ടില്ല. എന്നിട്ട് ബിൻസി വിചാരിക്കുന്നു ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ പ്രിപ്പയർ ചെയ്ത് പോകാത്തതുകൊണ്ടാണ് ഞാൻ എവിക്റ്റായി പോയത്, എനിക്ക് പി ആർ ഇല്ലാത്തതുകൊണ്ടാണ് എവിക്റ്റായി പോയത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എല്ലാവരും പറയുന്നു നെവിന് പി ആർ ഇല്ല എന്ന് പറയുന്നു, ഞാനും അത് അക്സെപ്റ്റ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. നെവിൻ എങ്ങനെയാണ് 100 days അവിടെ നിന്നത്? നെവിൻ എങ്ങനെയാണ് ടോപ്പ് 4 ആയത്? അതായത് 3rd runner-up ആയത് എങ്ങനെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പി ആർ ഉണ്ട് എന്ന് കരുതി ആരും ജയിക്കണമെന്നില്ല. അവിടെ കൊടുക്കേണ്ട കണ്ടന്റ് കൊടുക്കുക, അവിടെ നിൽക്കേണ്ട രീതിയിൽ നിൽക്കുക, എങ്കിൽ മാത്രമേ ജയിക്കുകയുള്ളൂ. അത് നിന്നവർ ജയിച്ചു, നിന്നവർ ടോപ്പ് 5 എത്തി. എന്തേ അക്ബറിന് പി ആർ ഇല്ലായിരുന്നോ? ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ പ്രിവിലേജ് കിട്ടിയത് അക്ബർ അല്ലേ? ഓരോ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫയർ കിട്ടിയിട്ടുള്ള ആർക്കാണ്? അനുവിനും ഷാനവാസിനും ആയിരിക്കും. പിന്നെ ലാസ്റ്റ് നെവിനും. വേറെ ആർക്കാണ് അവിടെ ഫയർ കിട്ടിയിട്ടുള്ളത്? ആദിലേക്ക് നൂറയ്ക്കും ഒരു പ്രാവശ്യം ആര്യൻ ജിസേൽ വിഷയത്തിൽ. ബാക്കി അക്ബറിനെ പാമ്പർ ചെയ്യുക ചെയ്തിട്ടുള്ളത്, പാമ്പറിങ്. അതിനുശേഷം ടോപ്പ് 5 എത്തേണ്ട നൂറ, അതായത് ഫൈനലിസ്റ്റുകളിൽ ഒന്നാമതെത്തിയ നൂറ, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വിൻ ചെയ്ത നൂറ, കഴിഞ്ഞ വർഷം വരെ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഡയറക്റ്റ് ഫൈനലിലേക്കാണ്. അത് സീസൺ 7 ആയപ്പോഴേക്കും ഫൈനൽ വീക്കിലേക്കാക്കി. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഗ്രാൻഡ് ഫിനാലയിൽ ഏറ്റവും ആദ്യം എവിക്റ്റ് ആവുന്ന ആരാണ്? അക്ബറാണ്. സ്വാഭാവികമായിട്ടും അക്ബറിന് വോട്ട് കുറവായിരുന്നു. ആ അക്ബറിനെ സേവ് ആക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ നൂറെ പുറത്താക്കിയിട്ട് അക്ബറിനകത്താക്കിയത്. അക്ബർ പുറത്തു പോകേണ്ട വീക്കിൽ നൂറെ പുറത്താക്കി. ഇതാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നൂറ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് അവരത്രയും ആകാംക്ഷയോടെ അല്ലെങ്കിൽ അത്രയും ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്, ഞാൻ ഫൈനലിസ്റ്റ് ആയല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് കിട്ടിയത് അനുമോൾക്കാണോ നൂറയ്ക്കാണോ? അക്ബറിനാണ് കിട്ടിയത്. എന്നിട്ട് എന്തേ നിങ്ങൾക്ക് അക്ബറിനോട് ദേഷ്യം തോന്നാത്തത്? അക്ബറിന് പി ആർ ഇല്ലായിരുന്നോ? ഷാനവാസിന് പി ആർ ഇല്ലായിരുന്നോ? അനീഷിന് പി ആർ ഇല്ലായിരുന്നോ? എല്ലാവർക്കും പി ആർ ഉണ്ട്. അപ്പോൾ പി ആർ കൊണ്ട് മാത്രം ഒരാളും ബിഗ് ബോസിൽ ജയിക്കില്ല. ചിലപ്പോൾ ഒരാഴ്ച വോട്ടുകൾ അങ്ങോട്ട് മാറുമായിരിക്കും. ലക്ഷക്കണക്കിന് വോട്ടുകളൊന്നും ആർക്കും ഒരു പി ആറിന് മറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യുക നിങ്ങൾ എന്തായിരുന്നു ഉള്ളത്, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക. ചുമ്മാ കാണുന്ന ഇൻ്റർവ്യൂവിലെല്ലാം പോയിട്ട് ഒരേപോലെ അടിക്കുകയാണ്. പി ആർ ഉള്ളതുകൊണ്ടാണ് ജയിച്ചത്, പി ആർ ഉള്ളതുകൊണ്ടാണ് ജയിച്ചത്. മനസാക്ഷി കുത്ത് തോന്നുന്നില്ലേ പറയുന്നതിൽ ഒരല്പമെങ്കിലും? എനിവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണോ ഈ ഒരു കാര്യത്തിൽ തോന്നുന്നത്? ബിൻസി പറയുന്നത് ശരിയാണോ? എൻ്റെ വീഡിയോയ്ക്കകത്ത് കുറേ അധികം ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഞാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്തു, ഞാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്തു, ഞാൻ ഇന്നയാളുടെ പി ആർ ആയിരുന്നു, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനാണ് പി ആർ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. പി ആർ കൊണ്ട് ഒരാൾക്ക് ബിഗ് ബോസിൽ ജയിക്കാൻ പറ്റുമോ? ബിൻസി പറയുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.